ഹായ് ഫ്രണ്ട്സ്, ഹ്യൂമൻ ഫോർ നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് വാഗമണ്ണിൽ നിന്നും 12 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷുകാർ പണിയെഴുപ്പിച്ച സെയിൻറ്റ് ആൻഡ്രൂസ് CSI പള്ളിയിലാണ്. വിജനമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഭീതി പരത്തി പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന ഈ പള്ളിയെ ഡ്രാക്കുള പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. വിജനമായി കിടന്നതും ഡ്രാക്കുള പള്ളി എന്ന് അറിയപ്പെടുന്നത് കൊണ്ടും ഇതിൻ്റെ മുന്നിലേക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോൾ തന്നെ മനസ്സിൽ ചെറിയൊരു ഭീതി നിറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയം കാണാനുള്ള താല്പര്യവും മനസ്സിൽ ഏറെയുണ്ട്. 1952 ഫെബ്രുവരി 15 JM വിൽക്കി എന്ന വിദേശിയാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. ഏകദേശം 72 വർഷത്തെ പഴക്കമുണ്ട് ഈ ദേവാലയത്തിന്. നിരവധി കല്ലറകൾ ഈ പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. മിക്കതും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ഭാഗ്യം ചെയ്തവരായിരിക്കാം. അതുകൊണ്ടല്ലേ ഇത്രയും മനോഹരമായ ഈ സ്ഥലത്ത് അവർ വിശ്രമിക്കുന്നത്. ഇടുക്കിയുടെ കുടിയേറ്റ മേഖലകളിൽ ഒന്നായ ഉപ്പുതറയ്ക്കടുത്താണ് ലോണ്ട്രി 2ാം ഡിവിഷനിൽ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. സെയിൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നതെങ്കിലും വിവിധ സഭകളിലെ വൈദികർക്ക് കുർബാന അർപ്പിക്കാനാകുമായിരുന്നു ഇവിടം. പിന്നീട് ഓരോ സഭകൾക്കും പുതിയ ദേവാലയങ്ങൾ ആയതോടെ ആരും ഇങ്ങോട്ടെത്താതായി. ശേഷം പള്ളി കാടുപിടിച്ച് നശിക്കുകയും ഒടുവിൽ ഡ്രാക്കുള പള്ളി എന്ന് പേര് വീഴുകയുമാണ് ചെയ്തത്. പള്ളിക്കും കല്ലറയ്ക്കും അരികിലായി തന്നെ ഡ്രാക്കുള കോട്ട എന്ന് ശരിവയ്ക്കുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു മരവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഈ മരത്തിൻ്റെ സാന്നിധ്യമായിരിക്കാം ഈ പള്ളിയെ ഡ്രാക്കുള പള്ളി എന്ന് അറിയപ്പെടാൻ കാരണവും. രാത്രികാലങ്ങളിൽ ഈ പള്ളിയുടെ കാഴ്ച നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ആകാശത്ത് ചന്ദ്രക്കലയും കുറച്ച് നക്ഷത്രങ്ങളും ഈ കാണുന്ന മരത്തിൽ വവ്വാലുകളും മൂങ്ങയും ഒക്കെയായി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. പണ്ടത്തെ ചിത്രകഥയിലെ ഡ്രാക്കുള കോട്ടയുടെ ആംബിയൻസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 6-7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാണുന്ന ദേവാലയത്തിൻ്റെ രൂപം തികച്ചും ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. ലൂസിഫർ എന്ന സിനിമയുടെ ഭാഗമായി അണിയറ പ്രവർത്തകർ കുറച്ചുകൂടെ കേടുപാടുകൾ വരുത്തുകയും ചിത്രീകരണത്തിന് ശേഷം പള്ളി ഇന്ന് കാണുന്നത് പോലെ പുതുക്കി പണിഞ്ഞു നൽകുകയുമാണ് ചെയ്തത്. അങ്ങനെ വർഷങ്ങളായി ആരാധന മുടങ്ങിക്കിടന്ന ഈ ദേവാലയം ഞായറാഴ്ചകളിൽ തുറക്കുകയും പ്രദേശവാസികളായ വിശ്വാസികൾ ആരാധനയ്ക്കെത്തുകയും ചെയ്യുന്നു. ഗേറ്റ് തുറന്ന് പള്ളിക്ക് അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് കരിവണ്ടുകൾ തലങ്ങും വിലങ്ങും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഉപദ്രവകാരികളല്ല. ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ളവർക്കും ഈ വണ്ടുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഒരു പക്ഷേ ഇവിടുത്തെ കാവൽക്കാർ ഇവരായിരിക്കാം. ഈ സിനിമയെക്കുറിച്ച് അറിവില്ലാത്ത ദേവാലയത്തിനരികിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഡ്രാക്കുള പള്ളി എന്ന പേരും ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു കാലഘട്ടവും പള്ളിക്കുണ്ടായിരുന്നതായി അവരുടെ മനസ്സിൽ ഓടിയെത്തില്ലായിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ പള്ളിയുടെ പുനർനിർമ്മാണം ചെയ്തിരിക്കുന്നത്. വാഗമൺ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ പള്ളി കാണാതെ പോകാൻ തോന്നില്ല. മറ്റ് ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിന് കുളിർമയും അതിലുപരി ഭയപ്പാടുമാണ് സഞ്ചാരികൾക്ക് വേണ്ടി ഈ ദേവാലയം വിരുന്നൊരുക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാ വണ്ടി അങ്ങ് ദൂരെ വെച്ചിട്ടാണ് വന്നത്. നടന്നാണ് വന്നത്. കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ്. ഇതങ്ങ് ദൂരെ എവിടെ മരം മുറിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ് കേൾക്കണം. ഒരു വിജനമായ സ്ഥലം. ഭയപ്പെടുത്തുന്ന കുറേ ശബ്ദങ്ങളും വണ്ടിൻ്റെ ആക്രമണവും. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. വാഗമണ്ണിൽ നിന്നും വരുന്നവർക്ക് വാഗമൺ മൊട്ടക്കുന്ന് റോഡ് വഴി ചീന്തലാറാണ് എത്തേണ്ടത്. വാഗമണ്ണിൽ നിന്ന് മാത്രമല്ല, കട്ടപ്പന വഴിയും ഏലപ്പാറ വഴിയും ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.